നമസ്കാരം. ബംഗാളിലും മഹാരാഷ്ട്രയിലും ബി.ജെ.പി. തലകുത്തനെ വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനം ഉയരാത്തതിൽ കടുത്ത ആശങ്കയിലാവുകയാണ് ബി.ജെ.പി. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ബംഗാളിലും മഹാരാഷ്ട്രയിലും ഉണ്ടായിരിക്കുന്നത്. ഇത് മോദി ഭരണത്തെ ഉലച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ കടന്നുകയറ്റം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 57.92% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് പശ്ചിമ ബംഗാളിലും ഏറ്റവും കുറവ് പോളിംഗ് മഹാരാഷ്ട്രയിലും രേഖപ്പെടുത്തി. ഇത്തവണ 400-ലധികം സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസം ഉയർത്തിയാണ് ബി.ജെ.പിയും പ്രധാനമന്ത്രിയും തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചപ്പോൾ പതിയെ അവകാശവാദങ്ങളിൽ നിന്ന് ബി.ജെ.പി. പിന്മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം കോൺഗ്രസ്, CPM ഉൾപ്പെട്ട പ്രതിപക്ഷം ചർച്ചകൾ സാമൂഹിക വിഷയങ്ങളിലേക്ക് തിരിക്കുകയാണ്. സ്ത്രീ, യുവാക്കൾ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. 2019 തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇന്ത്യയിൽ സ്ത്രീകളുടെ വോട്ടുകൾ പുരുഷന്മാരുടെ വോട്ടിനെ മറികടക്കുന്നത്. സ്ത്രീകളുടെ നിലപാട് സുപ്രധാനമാണെന്ന തിരിച്ചറിവാണ് പ്രതിപക്ഷത്തെ ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പ്രേരിപ്പിച്ചത്. ബി.ജെ.പിക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയ ഉത്തർപ്രദേശിൽ പോലും 57% മാത്രമാണ് ഇത്തവണ പോളിംഗ് നടന്നത്. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും രാജ്നാഥ് സിംഗും മത്സരിച്ച മണ്ഡലങ്ങളായ അമേഠിയിലും ലക്നൌവിലും 54.17%, 52% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ 57 എന്ന നിലയിൽ പോളിംഗ് നിലയിടിഞ്ഞു. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിന്റെ ആവേശം പക്ഷേ അയോധ്യയിലെ ബൂത്തുകളിൽ കണ്ടില്ല. ഇത്തവണയും പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ബി.ജെ.പിയിലെ ആശങ്ക തുടരുകയാണ്. തൊഴിലില്ലായ്മ രാജ്യത്തെമ്പാടും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പ്രധാന ചർച്ചാ വിഷയമാക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ ഇന്ത്യയിലെ യുവാക്കൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ബി.ജെ.പിക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയ ഉത്തർപ്രദേശിൽ പോലും തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നു. രാജ്യത്തെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിൽ നിൽക്കുന്ന കാലത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മ ഒരു വിഷയമാകുമോ? യുവാക്കൾ എന്ത് ചിന്തിച്ചു എന്നീ കാര്യങ്ങൾ ഇനി കണ്ടു മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിൽ മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടി ശോഷിക്കുന്നതും പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഏതായാലും BSPക്ക് മാത്രം വോട്ട് ചെയ്തിരുന്നവർ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യുമെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വോട്ടുകൾ തങ്ങളിലേക്ക് വരും എന്ന പ്രതീക്ഷയിലാണ് സമാജ്വാദി പാർട്ടി. OBC, SC/ST സംവരണം തങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന വാഗ്ദാനവുമായി ബി.ജെ.പി. തന്ത്രം മാറ്റിയിട്ടുണ്ട്. ഇതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് ജൂൺ 4-ാം തീയതി മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ്. മേൽപ്പറഞ്ഞ 3 വിഭാഗങ്ങളുമാവും ഇത്തവണ ആര് ഇന്ത്യ ഭരിക്കുമെന്ന് തീരുമാനിക്കുക എന്ന ഓരോ പാർട്ടികളും അവർക്ക് നൽകുന്ന പ്രാധാന്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇന്ത്യയിലെമ്പാടും ഒരു പ്രത്യേക രീതിയിൽ ഈ വിഭാഗങ്ങൾ വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമോ എന്ന് ഫലം പുറത്തുവരുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാകുക.